ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നെങ്കിലും ആഴ്ചയുടെ അവസാനം ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പിലൊക്കെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമ്മൾ കണ്ടത്. ഓവറോൾ കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ഇൻഡെക്സ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50യും മിഡ് ക്യാപ്പും ഒക്കെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണെങ്കിൽ സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ വളരെ മിക്സഡ് ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ US ഇറാൻ സംഘർഷം സൃഷ്ടിച്ച ആ ക്രൂഡ് ഓയിൽ ക്രൈസിസ് അതാണ് നമ്മുടെ മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി സൃഷ്ടിച്ചത്. ഇതുകൂടാതെ US ഫെഡ് റിസർവ് മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹോക്കിഷ് ആയിട്ടുള്ള നിലപാടുകളും അതും ഒരു പരിധിവരെ മാർക്കറ്റിനെ പുറകോട്ട് വലിച്ചു. ഇതുകൂടാതെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ലിക്വിഡിറ്റി ഇഷ്യൂസും മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി കാരണമായിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട ഭൂരിഭാഗം സെക്ടറുകളും പോസിറ്റീവിലാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. ഇപ്പോൾ PSU ബാങ്ക്, CPSE, എനർജി, PSE, FMCG, ബാങ്ക്, MNC, ഫാർമ, മെറ്റൽ, കമ്മോഡിറ്റീസ് തുടങ്ങിയ സെക്ടറുകളൊക്കെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായത്. അവിടെ റിയാലിറ്റി, ഓട്ടോ, IT, മീഡിയ പോലെയുള്ള സെക്ടറുകളിലാണ് നെഗറ്റീവ് ക്ലോസിംഗ് ഉണ്ടായത്. ഇപ്പോഴും IT സെക്ടർ അതിൻ്റെ ആ ഒരു വീക്ക്നെസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ടുള്ള ഒരു പെർഫോമൻസ് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നിഫ്റ്റി PSU ബാങ്ക് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റിലെ സ്വാധീനിക്കാൻ പോകുന്ന ചില ഘടകങ്ങളെ പറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗ്ലോബൽ ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഒരു കണക്കുകൾ പ്രകാരം അത് ഏകദേശം 320-400 പോയിന്റുകൾ ഉയർന്നിട്ട് 25,800 മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഗിഫ്റ്റ് നിഫ്റ്റിയിലുണ്ടായി. നമുക്കറിയാം കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള US സുപ്രീം കോർട്ടിൻ്റെ ആ വിധിയാണ്. അവിടെ ട്രംപിൻ്റെ താരിഫ് ഇലീഗലാണെന്നുള്ള ഫൈനലായിട്ടുള്ള ഒരു വേർഡിക്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നു, കാരണം ലോവർ കോർട്ടിലൊക്കെ അത് പരാജയപ്പെട്ടതായിരുന്നു. ഫൈനലായിട്ടുള്ള അവസാന അത്താണി എന്നുള്ള നിലക്കാണ് സുപ്രീം കോർട്ടിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ അവിടെയും ഇങ്ങനെ ഒരു നെഗറ്റീവ് വിധി വരുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതിനാൽ ആ വിധി വന്ന ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ പ്ലാൻ B ആരംഭിച്ചതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതി വിധി ആക്ച്വലി ട്രംപ് ഈ താരിഫുകളൊക്കെ ഏർപ്പെടുത്തിയതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക്സ് പവേഴ്സ് ആക്ട് IEEPA എന്ന് പറയുന്ന ഈ ഒരു ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നടപടികൾ ട്രംപ് നടത്തിയത്. എന്നാൽ ആ ഒരു ആക്ട് പറയുന്നത് അതിനുള്ള അധികാരം കോൺഗ്രസിന് മാത്രമാണെന്നാണ്. അതായത് US പാർലമെൻറ്റിന് മാത്രമാണ് ആ ഒരു അധികാരം ഉള്ളത്. അപ്പോൾ ആ ഒരു അധികാരത്തെ മറികടന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ട്രംപ് ഈ അധികാരം ഉപയോഗിച്ചു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഇത് ഇലീഗലാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. എന്നാൽ ഉടൻ തന്നെ ട്രംപ് ചെയ്തിട്ടുള്ളത് 1974 ട്രേഡ് ആക്ട്, അപ്പോൾ അതിലുള്ള സെക്ഷൻ 122 പ്രകാരം ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ അദ്ദേഹം പുറത്തിറക്കേണ്ടത്. ഇത് പ്രകാരം പ്രസിഡന്റിന് 150 ദിവസത്തേക്ക് താൽക്കാലികമായിട്ട് നികുതി ഏർപ്പെടുത്താൻ പറ്റും. ആ ഒരു പഴുതുപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആ 10% താരിഫ് വേൾഡ് വൈഡായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ കോൺഗ്രസിൻ്റെ അനുമതി ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആദ്യം അദ്ദേഹം 10% എന്നാണ് പ്രഖ്യാപിച്ചതെങ്കിലും ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലെ മറ്റൊരു പോസ്റ്റിൽ കാണുന്നത് അത് 15% വരെ ഉയർത്തും എന്നുള്ള ആ ഒരു ഭീഷണിയുടെ ഒരു സ്വരവും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിലവിലുള്ള ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഇന്ത്യയുടെ മേൽ ചുമത്തുന്ന നികുതി എത്രയായിരിക്കും എന്നുള്ളതാണ്. കാര്യത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ സുപ്രീം കോടതി വിധി വന്നതോടെ നേരത്തെ നിശ്ചയിച്ച 18% എന്നുള്ള ആ ഒരു താരിഫ് അസാധുവായി. ആക്ച്വലി ആ ഒരു 18% എന്നുള്ള ഡീല് സൈൻ ചെയ്യാത്തൊരു ഡീലാണ്. അത് വെറും ഒരു അനൗൺസ്മെൻ്റ് ആണ്, അത് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി 24 മുതൽ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് 10% താൽക്കാലികമായിട്ടുള്ള ഈ ഒരു താരിഫായിരിക്കും ബാധകമാവുക. ഇത് വൈറ്റ് ഹൗസ് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെ പിന്നെയും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഈ ഒരു ട്രേഡ് താരിഫുകൾ ഏർപ്പെടുത്തുന്നതിന് മുമ്പേ ഇന്ത്യക്ക് മോസ്റ്റ് ഫേവറബിൾ നാഷൻസ് എന്നുള്ള രീതിയിൽ 3.5% വരെയുള്ള ഒരു താരിഫായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ 10% വരുമ്പോൾ ആ ഒരു 3.5 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുമോ എന്നൊരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരാനുണ്ട്. അപ്പോൾ ഈ വിധിക്ക് ശേഷവും ഇന്ത്യ US ട്രേഡ് ഡീല് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് ട്രംപ് പറഞ്ഞത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് പിന്നീട് അത് ക്ലിയർ ചെയ്തുകൊണ്ട് 10% പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ 15% ഒരു പുതിയ ഭീഷണി അദ്ദേഹം ഉയർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന 3.5% ആ ഒരു പ്രീവിയസ് താരിഫും അതും കൂടി ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യക്ക് മേൽ ഫൈനലായിട്ട് വരാൻ സാധ്യതയുള്ള ഈ പഴയ 18 തന്നെ ആയിരിക്കും എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൂടാതെ ഈ ഒരു ഇളവ് എല്ലാ മേഖലക്കും ബാധകമല്ല. ഇപ്പോൾ സ്റ്റീൽ ആൻഡ് അലൂമിനിയത്തിൽ ഇപ്പോൾ ചുമത്തിയിട്ടുള്ള 50% വരെയുള്ള ആ ഒരു ഉയർന്ന നികുതി അത് തുടരും. അതുപോലെ ചില ഓട്ടോ കമ്പോണന്റുകളിൽ ഏർപ്പെടുത്തുന്ന 25% നികുതിയും തുടരും. അത് രണ്ടും ഈ നിലവിലുള്ള സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്, ഇതുവരെ
കമ്പനികൾ അടച്ചിട്ടുള്ള ആ ഒരു തുക, അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ആ താരിഫ് അത് തിരിച്ചു നൽകുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഏകദേശം പറയുന്നത് $175 ബില്യൺ. അതായത് ഏകദേശം 14.5 ലക്ഷം കോടി രൂപ ഈ അഡീഷണൽ താരിഫുമായി ബന്ധപ്പെട്ടിട്ട് US കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റീഫണ്ട് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പണം തിരിച്ചു കിട്ടുക ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് കമ്പനിക്കല്ല, പകരം അമേരിക്കയിൽ ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത കമ്പനികൾക്കാണ്, അതായത് US ഇമ്പോർട്ടേഴ്സിനാണ് ഈ ഒരു റീഫണ്ടിന് അർഹത ഉണ്ടാവുക. എന്നാൽ ഈ സുപ്രീം കോടതി വിധിയിൽ നേരിട്ട് ഒരു റീഫണ്ട് നൽകാൻ ഉത്തരവൊന്നുമില്ല, പകരം കീഴ്ക്കോടതികളെ സമീപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു കേസിന് അവിടുത്തെ കമ്പനികൾ പോകാനുള്ള സാധ്യതയാണ്. പക്ഷെ അത് നീണ്ടു നിൽക്കുന്ന ഒരു നിയമയുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ US ലാസ്റ്റ് ക്വാർട്ടറിലുള്ള GDPയുടെ ഡാറ്റകൾ വന്നിരുന്നു. അപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ GDP 1.4% മാത്രമാണ് വളർന്നത്. അപ്പോൾ അവിടെ മാർക്കറ്റ് മൊത്തത്തിൽ അനലിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചത് 2% വളർച്ചയായിരുന്നു. കാരണം Q3 4.4% മികച്ച ഒരു വളർച്ച രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ ഈ 1.4 ആയിട്ട് താഴ്ന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് ഒക്ടോബർ നവംബർ മാസങ്ങളിലുള്ള ആ 6 ആഴ്ച നീണ്ടു നിന്നിട്ടുള്ള US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആണ്. എങ്കിൽ പോലും ഈ രീതിയിൽ അത് കുറയുമെന്ന് പൊതുവെ അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഈ GDP കുറഞ്ഞത് അമേരിക്കൻ എക്കണോമിയുടെ ഒരു സ്ലോ ഡൗൺ ആണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ AI അധിഷ്ഠിതമായിട്ടുള്ള അത്തരം ടെക്നോളജി മേഖലയിൽ 25% വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ GDP കുറഞ്ഞതോടെ ഈ എക്കണോമിക്കിൻ്റെ ഗ്രോത്തിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് US ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ പൊതുവെ വരുന്ന വാർത്തകൾ. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ നിലവിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഗോൾഡിലും സിൽവറിലും വമ്പിച്ച ഒരു മുന്നേറ്റം അതിനുശേഷം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് നമ്മൾ കാണുന്നത് 5105 എന്ന ലെവലിലാണ്. ഏകദേശം 2% ഒരു മുന്നേറ്റമാണ് ഈ GDP ഡാറ്റ പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ സിൽവർ 7% മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. അതുപോലെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഗോൾഡ് ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് കഴിഞ്ഞ ആഴ്ചയുടെ അതിൻ്റെ പെർഫോമൻസ് ആദ്യഘട്ടങ്ങളിൽ താഴോട്ടേക്ക് പോയെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 0.89% ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. അതുപോലെ സിൽവർ ETF വന്നു കഴിഞ്ഞാൽ സിൽവർ ബീസ് നമ്മൾ കാണുന്നത് 5% ഒരു പോസിറ്റീവായിട്ടുള്ള വമ്പിച്ച മുന്നേറ്റമാണ്. ഇപ്പോൾ വീണ്ടും റേറ്റ് കട്ട് സജീവമാകുകയും ഇത്തരത്തിൽ ഗോൾഡ് സിൽവർ പ്രൈസുകളൊക്കെ ഉയരുകയും ചെയ്യുന്നത് മൊത്തത്തിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്ത്യൻ IT മേഖലയിൽ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില ഇവൻറ്റുകളും ട്രിഗർ പോയിന്റുകളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ള US ആ ഒരു സുപ്രീം കോടതി വിധി തന്നെയാണ്. ഇപ്പോൾ 10% മാത്രം സർചാർജ് വരികയുള്ളൂ എന്ന് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഫാർമ, ടെക്സ്റ്റൈൽസ്, അതുപോലെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, IT മേഖലയിലൊക്കെ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയുടെ Q3 GDP ഡാറ്റകൾ വരുന്നത് ഈ ഫെബ്രുവരി 27 അപ്പോൾ ഇന്ത്യയുടെ ഒരു GDP ഒരു കുറവ് വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. ഇതുകൂടാതെ ഇറാൻ അമേരിക്കൻ ആ ഒരു സംഘർഷങ്ങൾ അത് ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്രൂഡ് ഓയിൽ വിലയെ ബാധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ചോളം വലിയ തിരിച്ചടിയാവും. അത് ഗോൾഡ് സിൽവർ ഉയരാനും കാരണമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നെക്സ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റിലുള്ളത് ഫെബ്രുവരി 26 FNO എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ശക്തമായ വോളറ്റിലിറ്റിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ സോണിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,700, 27,850 എന്നുള്ള ലെവലാണ്. അപ്പോൾ ഈ ഒരു കടമ്പ് കടന്നാൽ ഒരു പക്ഷേ 26,000, 26,100 ഉയരാനുള്ള സാധ്യതയാണുള്ളത്. ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ കാണുന്നത് 25,400, 27,350 എന്ന ലെവലുകളൊക്കെയാണ്. അപ്പോൾ ആ ലെവലിൽ മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതിന് താഴത്തേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡ് വീണ്ടും കാണിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ വീണ്ടും കുറച്ച് സജീവമാകുന്നതായിട്ട് കാണാം. ഇപ്പോൾ നിലവിൽ ഗോഡിയം IVF ആൻഡ് വിമൺ ഹെൽത്ത് എന്ന് പറയുന്ന IPO മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത്. അത് കൂടാതെ 4 പുതിയ IPOകൾ നെക്സ്റ്റ് വീക്ക് ഓപ്പൺ ആവുകയാണ്. ഇതിൽ ഗോഡിയം IVF ഇന്ത്യയിലെ ഈ വന്ധ്യതാ ചികിത്സ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ്. ആദ്യമായിട്ടാണ് ഈ രംഗത്ത് നിന്നുള്ള ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വന്ധ്യതാ ചികിത്സാ മേഖല അഥവാ ഈ IVF എന്നുള്ള ഈ ഒരു ചികിത്സാ മാർഗം അത് 13% CAGR മൊത്തത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനി എന്നുള്ള നിലക്ക് ആ ഒരു ആദ്യ കമ്പനി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം സൂചിപ്പിക്കുന്നത് ഏകദേശം ഒരു 10% ഒരു ഗെയിനാണ്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ ഈ IPO അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇത് കൂടാതെ വരുന്ന 4 പ്രധാനപ്പെട്ട IPOകളിൽ ഒന്ന് ക്ലീൻ മാക്സ് എൻവിറോ എനർജിയുടെ IPO ആണ്. ഇത് ഫെബ്രുവരി 23 ഓപ്പൺ ആകുന്നത്. 3100 കോടിയുടെ ഒരു IPO ആണ്. 1053 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ബോംബെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ റിന്യൂവബിൾ എനർജി, പ്രത്യേകിച്ച് സോളാർ അതുപോലെ വിൻഡ് മേഖലയിലുള്ള ഒരു കമ്പനിയാണിത്. ഇപ്പോൾ പല വൻകിട ഡാറ്റാ സെൻറ്ററുകൾക്കും IT കമ്പനികൾക്കും ഒക്കെ ഗ്രീൻ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ ഒരു IPO ആണിത്. ഗ്രീൻ എനർജി സെക്ടറിന് ഇപ്പോൾ വിപണിയിൽ വലിയ ഡിമാൻഡ് ഉള്ളതിനാൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ തീർച്ചയായിട്ടും ഈ കമ്പനിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ ഒരു ലോങ് ടേം പ്ലെയർ ആയിട്ടും ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ഓംനി ടെക് എഞ്ചിനീയറിംഗ് ആണ്. ഇത് ഫെബ്രുവരി 25 ഓപ്പൺ ചെയ്യുന്നത്. 583 കോടിയുള്ള ഒരു IPO സൈസാണ്. 216, 227 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇത് വരുന്നത്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രിസിഷൻ കമ്പോണൻസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണിത്. പ്രത്യേകിച്ച് ഓട്ടോ സെഗ്മെൻറ്റിലും ഡിഫൻസിലും എയറോസ്പേസ് മേഖലയിലുമൊക്കെ ഇവരുടെ സേവനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫൻസിലെ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് PNGS റേവ ഡയമണ്ട് ആണ്. ഫെബ്രുവരി 24 ഇത് ഓപ്പൺ ആകുന്നത്. 380 കോടി ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണിത്. 367, 386 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ സ്വർണം അതുപോലെ ഈ വജ്രാഭരണങ്ങൾ അതൊക്കെ വിൽക്കുന്ന ഒരു പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പാണിത്. ഇപ്പോൾ റീറ്റെയിൽ രംഗത്ത് ഇവരുടെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിലവിൽ ഗോൾഡ് പ്രൈസ് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു നേരിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു IPO നമ്മൾ കാണുന്നത് ശ്രീറാം ടിസ്റ്റെക്സ് എന്ന IPO ആണ്. ഫെബ്രുവരി 23 ഇത് ഓപ്പൺ ചെയ്തത്. 110 കോടിയുടെ ഒരു ചെറിയൊരു IPO ആണിത്. 95, 104 എന്ന പ്രൈസിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത്. കോട്ടൺ നൂലുകളും മറ്റ് തുണിത്തരങ്ങളും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണിത്. ഇപ്പോൾ ചെറിയൊരു ഇഷ്യൂ സൈസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. പ്രൈസ് ബാൻഡ് കുറഞ്ഞതുകൊണ്ട് ഇതിൽ സബ്സ്ക്രിപ്ഷൻ സാധ്യത കൂടുതലാണ്. എങ്കിലും ഒരു ലോങ് ടേം പ്ലെയർ ആയിട്ട് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.